ഹെൽത്ത് സർവീസസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോഡി പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് RCN വിമർശനവുമായി രംഗത്തെത്തിയത്. UK-യിൽ NHS-ൽ ഉൾപ്പെടെ വർഷം മുഴുവൻ ഇടനാഴി പരിചരണം നടക്കുന്നതായാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. സർക്കാർ ഏജൻസി തന്നെ ആരോഗ്യരംഗത്തെ വീഴ്ച കണ്ടെത്തിയത് ഗൗരവത്തോടെ കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് RCN ആവശ്യപ്പെട്ടു. ഇടനാഴി ചികിത്സയ്ക്ക് വേണ്ടി ആരോഗ്യമേഖലയിലെ ചില ട്രസ്റ്റുകൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. രോഗിയുടെ സുരക്ഷ, അന്തസ്സ്, സ്വകാര്യത ഇവയ്ക്കൊന്നിനും ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല. കൂടാതെ രോഗികൾ നേരിടുന്ന അപകട സാധ്യതകളും HSSIB റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന് RCN ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിൻ വൂൾസി ചൂണ്ടിക്കാട്ടി. ദുർബലരായ ആളുകൾ സുരക്ഷിതമല്ലാത്തതും മാന്യമല്ലാത്തതുമായ അവസ്ഥയിലാണ് ചികിത്സിക്കപ്പെടുന്നത്. കോറിഡോർ കെയറിൽ നഴ്സിംഗ് സ്റ്റാഫ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 18 മാസങ്ങൾക്ക് ശേഷവും ദേശീയ ഡാറ്റാ ശേഖരണത്തിന്റെയും റിപ്പോർട്ടിങ്ങിന്റെയും അഭാവം അധികൃതരുടെ അനാസ്ഥയാണ് വ്യക്തമാക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇടനാഴി പരിചരണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിവോ നിലവാരമോ ഉള്ള ജീവനക്കാരുടെ അഭാവവും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇടനാഴിയിലെ തിരക്ക് കാരണം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ധാരാളം സമയം വേണമെന്ന പരാതി മുതൽ ഒരു രോഗി മറ്റൊരു രോഗിയുടെ പുറത്തേക്ക് വീഴുന്ന ദുരവസ്ഥ വരെ രോഗികളെ ഉദ്ധരിച്ച HSSIB റിപ്പോർട്ടിൽ പറയുന്നു. അസ്വീകാര്യമായ ഈ സമ്പ്രദായം ഇല്ലാതാക്കാൻ കിടക്കകളുടെ എണ്ണം കൂട്ടണം. ആശുപത്രികളിൽ നഴ്സിംഗ് ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. ഡിസ്ചാർജ്, സാമൂഹിക പരിചരണം എന്നിവയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ വിഭാവന ചെയ്ത് നടപ്പിലാക്കണമെന്നും RCN ആവശ്യപ്പെട്ടു. ഇടനാഴി പരിചരണം ഇതേ രീതിയിൽ തുടരുന്നത് സർക്കാരിന്റെ നയപരമായ പരാജയമാണെന്നും RCN കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ ദേശീയ തലത്തിലുള്ള ഡാറ്റ പ്രസിദ്ധീകരിക്കാമെന്ന സർക്കാർ വാഗ്ദാനം നിറവേറ്റണമെന്നും RCN ആവശ്യപ്പെട്ടു. അതേസമയം ഈ പാർലമെന്റിന്റെ അവസാനത്തോടെ ഇടനാഴി പരിചരണം ഇല്ലാതാക്കുമെന്നാണ് ഇക്കാര്യത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി നൽകുന്ന ഉറപ്പ്.